കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം സൈനികമായ കാര്യപരിപാടിയിൽ വളരെ പ്രഗത്ഭനായിരുന്നു. മാത്രമല്ല, അദ്ദേഹം ഒരിക്കൽ ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുമുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത്, അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. കണക്കിൽ, മാത്തമാറ്റിക്സിൽ വളരെ പിന്നിലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായത്, പിന്നീട് പ്രധാനമന്ത്രിയായത്? അദ്ദേഹത്തിന് ഒരു മിലിറ്ററി കോളേജിൽ 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തിട്ടും അദ്ദേഹത്തിന് അവിടെ അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ അദ്ദേഹം പിന്നെയും പരിശ്രമിച്ചു. അദ്ദേഹത്തിന് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അദ്ദേഹം സൈനികമായ കാര്യപരിപാടികളിൽ അദ്ദേഹം അഗ്രഗണ്യനായി തീർന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് സാഹിത്യത്തിന് നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില പരാജയങ്ങളോ, ചില പോരായ്മകളോ, ചില വരൾച്ചകളോ, ചില നിന്ദകളോ, ചില അപമാനങ്ങളോ, ചില വിയോഗങ്ങളോ ദുഃഖങ്ങളോ വന്നു എന്നുള്ളത് കൊണ്ട് നാം തളർന്ന് പിന്മാറിപ്പോകരുത്. മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുക. കർത്താവിന് സ്തോത്രം. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, കഠിനാധ്വാനവും കണ്ണുനീരും മുന്നോട്ടുള്ളതായ ഉറച്ച കാൽവയ്പ്പുകളോടുള്ള മുന്നോട്ടുള്ളതായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണവുമാണ് ഒരു മനുഷ്യന് വിജയം നൽകുന്നതെന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിന് മുന്നിൽ കണ്ണുനീരൊഴുക്കി നിങ്ങൾ പ്രാർത്ഥിക്കുകയും യേശുക്രിസ്തുവിന് വചനപ്രകാരം മുന്നോട്ട് പോകാൻ കാലെടുത്ത് വയ്ക്കുകയും പിന്നോട്ട് പോകാതെ മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുകയും കഠിന പ്രയത്നം എന്താണ്? നമുക്കുള്ള വിഭവങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ ജാഗരിക്കുക, ദൈവവരങ്ങളിലേക്ക് നമ്മെ തന്നെ കൊടുക്കുക. അങ്ങനെ നിരാശപ്പെടാതെ മുന്നോട്ട് പോയാൽ നമുക്കും വിജയം സുനിശ്ചിതമാണ്. കർത്താവിന് സ്തോത്രം. തളരണ്ട, വാടണ്ട. നമുക്ക് ഒരു വരൾച്ചയുണ്ടെങ്കിൽ, ഒരു കുറവുണ്ടെങ്കിൽ, ഒരു പോരായ്മയുണ്ടെങ്കിൽ പോരായ്മ നികത്തി തരുന്ന ഒരു ദൈവമുണ്ട്. നാം ഉത്സാഹത്തോടെ, സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകുക. കർത്താവ് നമ്മെ സഹായിക്കും. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ വരണ്ട കൈയുള്ള മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അവനും പതിപോലെ ദേവാലയത്തിൽ വന്നു, പക്ഷെ അന്ന് അവിടെ യേശു ഉണ്ടായിരുന്നു. അതൊരു ഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. യേശു അന്ന് അവനും അവിടെ ഉണ്ടായിരുന്നു. യേശു അവനെ കണ്ടു. അത് വേറൊരു ഭാഗ്യമാണ്. യേശു നമ്മെ കാണുക, യേശുവിൻ്റെ വ്യക്തിപരമായ ആ ഒരു നോട്ടം നമ്മിൽ പതിക്കുക, വ്യക്തിപരമായ ഒരു കോളിംഗ്, ഒരു സ്വർഗീയ വിളി നമ്മുടെ മേൽ വരിക, അതെല്ലാം പരമഭാഗ്യങ്ങളാണ്, വലിയ ഭാഗ്യങ്ങളാണ്. സ്തോത്രം. എത്രയോ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ വ്യക്തിപരമായി നമ്മുടെ നേരെ ഒരു നോട്ടം വരിക ക്രിസ്തുവിൻ്റെ, അത് അത്യന്തം ശ്രേഷ്ഠമാണ്. പക്ഷേ യേശു അവനെ നോക്കിയപ്പോൾ അവൻ്റെ കൈ വരണ്ടിരിക്കുന്നു. യേശുവിനെ അവനെ സൗഖ്യമാക്കണമെന്നുണ്ട്. പക്ഷെ കൂടിയിരിക്കുന്ന ആളുകൾ യേശുവിനെ കുറ്റം ചുമത്തുകയാണ്. ആ ഒരു മനുഷ്യനൊന്ന് എഴുന്നേറ്റ് നിന്ന് അവന് ഒരു സൗഖ്യം കിട്ടുക എന്നുള്ളത് ഏതെങ്കിലും ആർക്കെങ്കിലും എതിരാണോ? അല്ല. ഏതെങ്കിലും പ്രമാണങ്ങൾക്കോ പള്ളിക്കോ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ അത് എതിരാണോ? അല്ല. പക്ഷെ അന്നത്തെ സമൂഹം ഒരു മനുഷ്യൻ്റെ ജീവനേക്കാളും, ഒരു മനുഷ്യന് സൗഖ്യം കിട്ടുന്നതിനേക്കാളും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചില കർമ്മ പദ്ധതികൾക്ക് അവർ വില കൊടുത്തു. അതുകൊണ്ട് യേശു അവരോട് ചോദിച്ചു, ശബത്താണെന്ന്, ശബത്തിൽ എഴുതി വച്ചിരിക്കുന്ന പ്രമാണപ്രകാരം ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ ശബത്തിനും കർത്താവാണ്. സ്തോത്രം. ശബത്തിൽ നാം ശബത്താചരണം മാത്രമല്ല ചെയ്യേണ്ടത്, നാം നന്മ ചെയ്യണം. അതാണ് കർത്താവ് പറഞ്ഞത്. നാം ജീവനെ രക്ഷിക്കണം. യേശു അവരോട് ചോദിച്ചു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ, ഏത് വിഹിതം, ഏതാണ് നല്ലത്? അവർ മിണ്ടിയില്ല. പക്ഷേ കർത്താവിനെ ആരെങ്കിലും കുറ്റം പറഞ്ഞു എന്നുള്ളതുകൊണ്ടോ, കർത്താവിന് ആരെങ്കിലും എതിരായി നിന്നു എന്നുള്ളതുകൊണ്ടോ കർത്താവ് തൻ്റെ പ്രവർത്തനങ്ങൾ മുടക്കുകയില്ല. ഞാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന് എതിർപ്പുകളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ജയിലിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനായ ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ,
ഏതെല്ലാം കാര്യപരിപാടികളിലൂടെ ദൈവജനത്തിനെതിരായി പ്രതിസന്ധികൾ തെരുത്തുയർന്നു വന്നാലും സുവിശേഷം മരിക്കുകയില്ല, അതെന്നും നിലനിൽക്കും. സ്വർഗത്തിൻ്റെ പദ്ധതി തടുക്കാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് ആ പാവപ്പെട്ട വരണ്ട കൈയുള്ള മനുഷ്യനെ കണ്ടിട്ട്, അവൻ്റെ വരൾച്ച കണ്ടിട്ട് കർത്താവ് പറഞ്ഞു, അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട്. 5-ാമത്തെ വാക്യം, യേശു ദുഃഖിച്ചു. ഒരു പാവപ്പെട്ട മനുഷ്യന് നന്മ കിട്ടുന്നതിൽ ആ മനുഷ്യർ അതിനെ അനുകൂലിക്കുന്നില്ല. യേശു ദുഃഖിച്ചു. അവരെ ഹൃദയകാഠിന്യം കണ്ടിട്ട് കർത്താവ് ഉള്ളിൽ കോപത്തോടെ ഗൗരവമായി പറയുകയാണ്. അവരെ ചുറ്റും നോക്കി, എതിർക്കുന്നവരെ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. കർത്താവിന് സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ ചില വരൾച്ചകൾ മാറണമെങ്കിൽ, ചില പ്രതിസന്ധികൾ മാറണമെങ്കിൽ നിങ്ങൾ യേശു പറയുന്നത് അനുസരിക്കണം. കൂടെയുള്ളവർ പറഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. അതുവരെയും കൂടെ നടന്നവർ അവരെന്ത് ചിന്തിക്കും, അവർ എന്നെക്കുറിച്ച് എന്ത് അനുമാനിക്കും, അവരെന്നെ കളിയാക്കുമോ, അവരെന്നെ ഒറ്റപ്പെടുത്തുമോ, അതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ യേശുവിൽ നിന്ന് അനുഗ്രഹം കിട്ടുകയില്ല. മോനെ, നിന്റെ രോഗം സൗഖ്യമാകണമെങ്കിൽ, നിന്റെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ, നിന്റെ കടബാധ്യത മാറണമെങ്കിൽ, മോനെ, അത് നിന്റെ പ്രശ്നമാണ്, മറ്റാരുടെയും പ്രശ്നമല്ല. കുറ്റം പറയുന്ന മറ്റുള്ളവരിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുകയില്ല. നീ യേശുവിലേക്ക് നോക്കി യേശു പറയുന്നത് എന്തെന്നനുസരിക്കാൻ തയ്യാറാകണം. ഇന്ന് യേശു പറയുന്നതിലും കൂടുതൽ മറ്റുള്ളവരെന്ത് പറയും? അതാണ് മനുഷ്യനെ പലപ്പോഴും തടുത്തു നിർത്തുന്നത്. എൻ്റെ സമൂഹത്തിലുള്ളവർ, എൻ്റെ സഭയിലുള്ളവർ, എൻ്റെ കൂട്ടുകെട്ടിലുള്ളവർ, എൻ്റെ കൂടെ പഠിച്ചവർ, എൻ്റെ അയൽക്കാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ ബന്ധുമിത്രാദികൾ അവരെന്തു പറയും? അവരെന്തും പറയട്ടെ പ്രിയനെ, അവരെന്തും പറയട്ടെ. മോനെ, നിൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ? നിനക്ക് സൗഖ്യം വേണമോ? നിൻ്റെ കടം മാറണമോ? നിൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറണമോ? നിൻ്റെ വ്യക്തി ജീവിതത്തിലെ നിരാശ മാറണമോ? എങ്കിൽ നീ ഇറങ്ങി പുറപ്പെടണം. കർത്താവ് പറഞ്ഞു കൈ നീട്ടാൻ. ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അവൻ കൈ നീട്ടി. സ്തോത്രം. ഇതാണ് ദൈവപ്രവൃത്തിക്കുള്ള വലിയൊരു മർമ്മം. ദൈവപ്രവൃത്തി നടക്കാനുള്ള വലിയൊരു മർമ്മം അതാണ്. ദൈവത്തിൻ്റെ വചന ശക്തിയുള്ളതാണ്. പക്ഷേ നാം അത് അനുസരിക്കുമ്പോഴാണ് നമ്മുടെ മേലെ വചനം ക്രിയ ചെയ്യുന്നത്, വചനം പ്രവർത്തിക്കുന്നത്. വചനമാണ്, അത് ദൈവത്തിൻ്റെ വചനമാണ്, ദ വേർഡ് ഓഫ് ഗോഡ്. അതിന് ശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. പക്ഷേ മകനെ, നിന്റെ ജീവിതത്തിൽ ആ വചനം പ്രവർത്തിക്കണമെങ്കിൽ നിന്റെ കൺസെന്റ് വേണം. എന്താണ്? നിന്റെ അനുവാദം വേണം, നിന്റെ അനുസരണം വേണം, എല്ലാം വേണം. രോഗവും മാറണം, കടവും മാറണം, ഞെരുക്കെല്ലാം മാറണം. ഞാൻ വചനമനുസരിക്കുകയില്ല, ഞാൻ വചനപ്രകാരം ജീവിക്കുകയില്ല, ഞാൻ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുകയില്ല. അങ്ങനെ മോനെ, നീ കടും പിടുത്തത്തോടെ ഇരുന്നാൽ നിന്റെ ജീവിതത്തിലാണ് നഷ്ടം, നിനക്കാണ് നഷ്ടം. മറ്റാർക്കുമല്ല നഷ്ടം, നിനക്കാണ് നഷ്ടം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? വചനമനുസരിക്കുക. ആ വരണ്ട കൈയുള്ള മനുഷ്യനെ കുറിച്ച് ചിന്തിച്ചേ. അവനവർ ദൈവാലയത്തിൽ നിൽക്കുമ്പോൾ തന്നെ പലരും കാണും. കാണാതിരിക്കാൻ അവൻ പരിശ്രമിക്കുമായിരിക്കും. ഒരുപക്ഷെ അവൻ ഒരു വരണ്ട കൈയുള്ള ഭാഗത്ത് ഒരു ടവലും കൊണ്ട്, ഒരു ടർക്കി ടവലും കൊണ്ട് അതിങ്ങനെ മറച്ചിട്ടിരിക്കുകയായിരിക്കുമോ? എന്തെല്ലാം നീ മറച്ചാലും നിന്റെ സൃഷ്ടാവിനെല്ലാം അറിയാം. മോനെ, പ്രിയമകളെ, നിന്റെ കുറവുകളും നിന്റെ പോരായ്മകളും നിന്റെ വീഴ്ചകളും നിന്റെ പരാജയങ്ങളും യേശുവിനറിയാം. യേശു അത് മാറ്റാൻ ശക്തനാണ്. ആ വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിലൊന്ന് നിൽക്കാൻ പറഞ്ഞു, കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ ആ ലജ്ജയില്ലാതെ എല്ലാവരും കാണുക അവൻ്റെ വരണ്ട കൈ. അത് നീട്ടമില്ല, വരണ്ടുപോയി, നീട്ടമില്ല. അവനുള്ള കൈ നീട്ടി. വരൾച്ചയാണ്. ഹല്ലേലൂയ. നിന്റെ കുറവുകൾ ലജ്ജിക്കാതെ യേശുവിനോട് തുറന്നു പറഞ്ഞാൽ യേശു അതിന് പരിഹാരം തരും. കർത്താവിന് സ്തോത്രം. എല്ലാം മൂടി വയ്ക്കരുത്, എല്ലാം ഇങ്ങനെ ആരും അറിയാതെ മറച്ചു പിടിക്കരുത്. അതല്ല, ഉള്ളത് പറയൂ. ഉള്ളതുപോലെ, എനിക്ക് ഇന്ന പോരായ്മയുണ്ട്, എനിക്ക് ഇന്ന കുറവുണ്ട്, എനിക്ക് ഇന്ന ദുഃഖമുണ്ട്, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഇന്നത്. വിശ്വസ്തരായ ദൈവമക്കളോടും ദൈവത്തോടും തുറന്നു പറയുക. അതിന് പരിഹാരം കിട്ടും പ്രിയരെ. ദൈവത്തോട് തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. ദൈവമക്കളോട് തുറന്നു പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിന് സ്തോത്രം. ആ വരണ്ട കൈയുള്ള മനുഷ്യൻ അവൻ നീട്ടി. അപ്പോൾ തന്നെ ഇത് സംഭവിച്ചു, അവൻ്റെ കൈ സൗഖ്യമായി. വചനമനുസരിച്ചാൽ സൗഖ്യങ്ങൾ വരും. വചനമനുസരിച്ചാൽ നന്മ വരും. വചനമനുസരിച്ചാൽ രക്ഷ വരും. വചനമനുസരിച്ചാൽ നിത്യജീവന്റെ അവകാശം കിട്ടും. വചനമനുസരിച്ചാൽ സ്വർഗരാജ്യത്തിന്റെ പദവി കിട്ടും. വചനമനുസരിച്ചാൽ മോനെ, നിന്റെ ജീവിതം ധന്യമാകും. വചനമനുസരിച്ചാൽ നിന്റെ കുടുംബം സ്വർഗമാകും. വചനമനുസരിച്ചാൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകും.
വചനമനുസരിച്ചാൽ ബന്ധങ്ങൾ അത് ഊഷ്മളമാകും, അത് ദൃഢമാകും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാകും വചനമനുസരിച്ചാൽ. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അത് വളരെ ശക്തമാകും വചനമനുസരിച്ചാൽ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ 4 തലമുറകൾ താമസിക്കുന്നു. 86 വയസ്സുള്ള എൻ്റെ പിതാവും 2.25 വയസ്സുള്ള ഞങ്ങളുടെ കൊച്ചുമോനും. ആ അന്തരത്തിൽ ഞങ്ങൾ 4 തലമുറകൾ ജീവിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു മനസ്സാണ്, ഒരു ഹൃദയമാണ്, ഒരു ലക്ഷ്യമാണ്. കാരണം ക്രിസ്തുവിൻ്റെ വചനം ഞങ്ങൾ അനുസരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വചനം ഉള്ളതുപോലെ അനുസരിക്കുന്നു. കുറച്ച് മാറ്റിവെച്ച്, കുറച്ചൊക്കെ ബുദ്ധിയിൽ ചിന്തിച്ച്, അത് വേണോ ഇത് വേണോ, ഇത് 1-ാം നൂറ്റാണ്ടിലെ കാര്യമല്ലേ, ഇത് 21-ാം നൂറ്റാണ്ടിൽ എന്താണ് അതിൻ്റെ പ്രസക്തി എന്നെല്ലാം പറഞ്ഞ് ബുദ്ധിയിൽ ആലോചിച്ചാൽ മോനെ നിനക്ക് ഒരിക്കലും അനുസരിക്കാൻ പറ്റിയില്ല. നീ അനുസരിച്ച് നോക്ക്, അപ്പോൾ കാണാം നിന്റെ മേൽ അത്ഭുത കൃപ പകരുന്നതും, നിനക്ക് വിടുതൽ കിട്ടുന്നതും, നിന്റെ കുടുംബം സ്വർഗമാകുന്നതും, നിനക്ക് നിത്യജീവന്റെ അവകാശം കിട്ടുന്നതും, നിരാശപ്പെട്ട് തളർന്ന് വാടിയിരിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ സ്വർഗസമാധാനം വന്ന് നിറയുന്നതും മകനെ നിനക്ക് അനുഭവിക്കാം. പ്രിയമോളെ നിനക്കും അനുഭവിക്കാം. അനുസരിക്കൂ. ഹല്ലേലൂയ. ദൈവവചനം അനുസരിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മോത്തുപെട്ടെ. യേശു കൈ നീട്ടുക എന്ന് പറഞ്ഞു, അവൻ നീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. യേശു കൽപ്പിക്കും, നാം അനുസരിക്കണം, അപ്പോൾ അത്ഭുതം നടക്കും. യേശു കൽപ്പിച്ചു, നാം അത് അനുസരിക്കുന്നു, അപ്പോൾ അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം, അത് ആത്മീയമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, നടക്കണമോ? വചനമനുസരിക്കുക. ഈ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമല്ല. ഈ വചനം അനുസരിക്കുക, കൽപ്പന അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഏതാനും ഒരു കാര്യത്തെക്കുറിച്ചല്ല. ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. നാം അതനുസരിച്ച് മുന്നോട്ട് വരുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അനുഗ്രഹത്തിൻ്റെ ബന്ധാവിൽ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവനുള്ള ക്രിസ്തുവിനെ ആർത്തുപാടി സ്തുതിച്ചുകൊണ്ട് സൗഭാഗ്യമുള്ള ജീവിതം, സൗഭാഗ്യമുള്ള കുടുംബജീവിതം, സൗഭാഗ്യമുള്ള ഔദ്യോഗിക ജീവിതം, സൗഭാഗ്യമുള്ള ആത്മീയ ജീവിതം, സൗഭാഗ്യമുള്ള ദൈവവേല എല്ലാം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ സൗഭാഗ്യത്തോടെ ഈ ഭൂമിയുടെ മുകളിലാണെങ്കിലും അടിയിലാണെങ്കിലും നമുക്ക് വിശുദ്ധന്മാരോടൊത്ത് പറന്നു വരുവാൻ ഇടയാകും. അതല്ലേ ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യ പദവി നിങ്ങൾക്ക് കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൈനീട്ടി വാങ്ങുക, വചനമനുസരിക്കുക, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ്, ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഒരു ദൈവത്തിനെ അറിയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനോട് പ്രാർത്ഥിക്കുക. യേശു നിങ്ങൾക്ക് മറുപടി തരും. യേശു നിങ്ങളെ സഹായിക്കും. യേശു നിങ്ങളെ സന്ദർശിക്കും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. സ്തോത്രം.